ഇവിടെ എങ്ങനെ ഭക്തി ഉണ്ടാവും, ഭക്തി സാധനങ്ങൾ എന്തൊക്കെയെന്നാണ് ചർച്ച ചെയ്യുന്നത്. ഒരു അല്പം കൂടി പറയാം, അത് കഴിഞ്ഞ് പിന്നെ എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിക്കാം, അറിയുന്നതാണെങ്കിൽ പറയും. അപ്പൊ ഇവിടെ പറഞ്ഞത്, ഒന്നാമത് പറഞ്ഞു വിഷയത്യാഗം കൊണ്ടും സംഘത്യാഗം കൊണ്ടും അവ്യാവൃത ഭജനം കൊണ്ടും ലോകത്തിൽ ഈശ്വര ഗുണശ്രവണ കീർത്തനം കൊണ്ടും, ഇത്രയുമാണ് പറഞ്ഞത്. ശുദ്ധമായ ഭക്തി എങ്ങനെ ഉണ്ടാവും വിശദമായി നമ്മൾ ചിന്തിച്ചു. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കണം. ഇത്രയും പറഞ്ഞിട്ട് പറയാണ് ഇതൊന്നുമല്ല മുഖ്യം. പിന്നെ മുഖ്യം എന്താണ്? മുഖ്യതസ്തു മഹത് കൃപയൈവ ഭഗവത് കൃപാലേശാദ്വാ. മുഖ്യതസ്തു മഹത് കൃപയൈവ ഭഗവത് കൃപാലേശാദ്വാ. ഒന്നുകൂടി പറയാം. മുഖ്യതസ്തു, മുഖ്യതഃ തു, മുഖ്യമായിട്ടാകട്ടെ, മഹത് കൃപയാ ഏവ, മഹത് കൃപ കൊണ്ട് തന്നെ, ഭഗവത് കൃപാലേശാദ്വാ, ഭഗവത് കൃപാലേശം കൊണ്ടും. അപ്പൊ എങ്ങനെയാണ് ഭക്തി ഉണ്ടാവുക? ആദ്യം പറഞ്ഞു വിഷയത്യാഗാത്, സംഘത്യാഗാത്, അവ്യാവൃത ഭജനാത്, ലോകത്തിൽ വിവിധ ഉത്തരവാദിത്തങ്ങളിൽ നിർവഹിച്ചു കഴിയുമ്പോഴും അവ്യാവൃതമായ ഭഗവാന്റെ ഗുണശ്രവണ കീർത്തനം കൊണ്ടും എന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ ഉണ്ടെങ്കിലും മുഖ്യമായിട്ട് മഹത് കൃപയാ, മഹത് കൃപ കൊണ്ടാണ്, മഹാന്മാരുടെ മഹജ്ജനങ്ങളുടെ കൃപ കൊണ്ടാണ് പരിശുദ്ധമായ ഭക്തി ഉണ്ടാവുന്നത്. പരാഭക്തന്മാരുടെ അഥവാ തത്വവിജ്ഞാനികളായ ഗുരുനാഥന്മാരുടെ അനുഗ്രഹം കൊണ്ട്. അങ്ങനെയുള്ള മഹാത്മാക്കളുടെ കൃപ നമ്മളിൽ ഉണ്ടായാൽ പരിശുദ്ധമായ ഭക്തി നമുക്കുണ്ടാവും. സകല ഭക്തിശാസ്ത്രങ്ങൾ എങ്ങനെയാണ് ശുദ്ധമായ ഭക്തി ഉണ്ടാവുക എന്നുള്ള വിഷയത്തിൽ ആദ്യം പറയുന്നത് സത്സംഗം കൊണ്ട്, മഹത് സംഘം കൊണ്ട്, മഹാന്മാരുടെ അനുഗ്രഹം കൊണ്ട് എന്നാണ്. കാരണം സ്വന്തം അനുഭൂതി സമ്പന്നതയിൽ കഴിയുന്ന മഹാപുരുഷന്മാർക്ക് അവർക്ക് സംശയങ്ങളില്ല, സംശയം നീങ്ങിയവരാണ്. അങ്ങനെയുള്ള മഹാന്മാര് തന്റെ ചുറ്റും മഹിമയുടെ ഒരു തരംഗം പ്രസരിപ്പിക്കുന്നവരാണ്. വാക്ക് പറയുന്നിടത്തല്ല, മറിച്ച് ആ നിഷ്ഠയിൽ ജീവിക്കുന്നിടത്താണ് മുഖ്യം. അപ്പൊ അങ്ങനെയുള്ള മഹാന്മാരുടെ സങ്കല്പം കൊണ്ട്, അനുഗ്രഹം കൊണ്ട്, അങ്ങനെയുള്ള മഹാന്മാരുടെ കൃപാലേശത്തിന് പാത്രമാകുന്നത് കൊണ്ട് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാവുന്ന പരിവർത്തനം എത്രയാണെന്ന് പറയാൻ പറ്റില്ല. അത് സ്വയം അനുഭവിച്ച് മാത്രമേ പറയാൻ പറ്റൂ. അവിടെ മഹത് കൃപയാ എന്നാ പറയുന്നത്. മഹാന്മാരുടെ മഹത്തുക്കളുടെ കൃപ കൊണ്ട്. ഇവിടെ ഈ മഹാന്മാരുടെ കൃപ എന്ന് പറഞ്ഞാൽ അത് സഹജമാണെന്ന് മനസ്സിലാക്കണം, സ്വാഭാവികമാണെന്ന് മനസ്സിലാക്കണം. അവിടെ ഒരു ചോദ്യം ശാസ്ത്ര വിചാരത്തിൽ വരുന്നുണ്ട്, എന്തിനാണ് മഹാന്മാര് കൃപയുള്ളവരാകുന്നത്? അവിടെ മറുപടിയില്ല. എന്തിനാണ് കൃപയുള്ളവരാകുന്നത് എന്ന ചോദ്യത്തിന് മറുപടിയില്ല. അവിടെ ശാസ്ത്രം പറയുന്നത് കൃപ മഹാന്മാരുടെ സ്വഭാവമാണെന്നാണ്.
അയം സ്വഭാവ സ്വതയേവ യത് പരശ്രമാപനോദ പ്രവണം മഹാത്മന സുധാംശുരേഷ സ്വയമർക്ക കർക്കശ പ്രഭാഭിതപ്താമവദീക്ഷിതിം കില എന്ന് ശങ്കരാചാര്യസ്വാമികൾ പറഞ്ഞു തരും. അയം സ്വഭാവ സ്വതയേവ, ഇത് മഹാന്മാർക്ക് സ്വതവേ ഉള്ളതാണ്. ഏത്? പരശ്രമാപനോദ പ്രവണം മഹാത്മന, മറ്റുള്ളവരുടെ ദുഃഖം ഇല്ലാതാക്കുക എന്നുള്ളത്, മറ്റുള്ളവരുടെ ക്ലേശം ഇല്ലാതാക്കുക എന്നുള്ളത്, അത് മഹാന്മാരുടെ സ്വതവേയുള്ള ഭാവമാണ്. അതെന്തുകൊണ്ടെന്ന് ചോദ്യത്തിന് മറുപടിയില്ല. എന്തുകൊണ്ടെന്ന്, അഗ്നിക്ക് എന്തുകൊണ്ടാ ചൂട്? മറുപടിയില്ല. അതിന്റെ സഹജഭാവമാണ്. എങ്കിൽ മഹാന്മാരുടെ സഹജഭാവമാണ് കൃപ. ദൃഷ്ടാന്തം പറഞ്ഞു ശങ്കരാചാര്യസ്വാമികള്. സുധാംശുരേഷ സ്വയമർക്ക കർക്കശ പ്രഭാഭിതപ്താം അവദീക്ഷിതിം കില. ഏഷ സുധാംശു, ഈ ചന്ദ്രനെ നോക്കൂ. സ്വയം മറ്റൊരു പ്രേരണയില്ലാതെ അർക്കകർക്കശ പ്രഭാഭിതപ്താം ക്ഷിതിം അവധികില, സൂര്യന്റെ ഉഗ്രങ്ങളായ രശ്മികളേറ്റ് ചുട്ടുപൊള്ളുന്ന ഭൂമിയെ തണുപ്പിക്കുന്നല്ലോ. ഇപ്പൊ പകല് ഉഗ്രമായ സൂര്യരശ്മികളാൽ ചുട്ടുപൊള്ളുന്ന ഭൂമിയെ ചന്ദ്രൻ തന്റെ അമൃത കിരണങ്ങളെ കൊണ്ട് തണുപ്പിക്കുന്നു. അതെന്റെ സ്വഭാവമാണ്. എന്തിനെന്ന് ചോദിച്ചാൽ മറുപടിയില്ല. ഇതുപോലെ മഹാജനങ്ങൾക്ക്, മഹാത്മാക്കൾക്ക് എന്തിനാണ് കൃപ? മറുപടിയില്ല. അതവരുടെ സ്വഭാവമാണ്. ആ കൃപയ്ക്ക് പാത്രമാവുക എന്നുള്ളത് മാത്രമാണ് നമ്മൾ വേണ്ടത്. അങ്ങനെ മഹാത്മാക്കളുടെ കൃപ കൊണ്ട് ശുദ്ധമായ ഭക്തി ഉണ്ടാവാം. മഹാത്മാവിന്റെ കൃപ കൊണ്ട് സംഭവിക്കാത്തതൊന്നുമില്ല. സംഭവിക്കുന്നത് എന്തൊക്കെയെന്ന് പറയാൻ നമുക്ക് വാക്കുകൊണ്ട് സാധിക്കുകയുമില്ല. അത്ര വലിയ ജീവിതത്തിലെ പരിവർത്തനമാണ് വരിക. അതവരുടെ നിർദ്ദേശം കൊണ്ട്, ഉപദേശം കൊണ്ട് എന്നൊന്നും അർത്ഥമില്ല. ആവാം, കേവല സാന്നിധ്യം മാത്രം കൊണ്ടാവാം. ഏതൊരു മഹാത്മാവിന്റെ ജീവചരിത്രം നോക്കിക്കഴിഞ്ഞാൽ എത്രയോ വ്യക്തികളുടെ സദ്ധർമ്മത്തിലേക്കുള്ള പരിവർത്തനത്തിന് കാരണമാകുന്നു ആ ജീവിതം എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. അത് സൂക്ഷ്മമായി പഠിക്കുന്നതിനനുസരിച്ച് മനസ്സിലാവും. അപ്പോ മഹത് കൃപയൈവ ഭഗവത് കൃപാലേശാദ്വ, ഭഗവാന്റെ കൃപാലേശം കൊണ്ടും ശുദ്ധമായ ഭക്തി ഉണ്ടാവാം. ഇവിടെ മഹാന്റെ കൃപ, ഭഗവാന്റെ കൃപ എന്നൊക്കെ പറയുമ്പോൾ അത് നമ്മൾ എന്തെങ്കിലും ചെയ്ത് നേടിയെടുക്കേണ്ടതാണെന്ന് മനസ്സിലാക്കരുത്. മറിച്ച് നമ്മളിലെ പാത്രത്വം വളർത്താൻ വേണ്ടി നമ്മൾ സാധനകളെ ചെയ്യണം. നമ്മളിലെ പാത്രത്വം വളർത്താൻ വേണ്ടി നമ്മൾ സേവനങ്ങളെ ചെയ്യണം. നമ്മളിലെ പാത്രത്വം വളർത്താൻ വേണ്ടി നമ്മൾ സ്വാധ്യായങ്ങൾ ചെയ്യണം. ഇതുകൊണ്ട് മഹാത്മാവിന്റെ കൃപ ഉണ്ടാക്കുകയല്ല ചെയ്യണത്, അത് സ്വതവേ ഉള്ളതാണ്. എന്നാൽ സ്വതവേ ഉള്ള കൃപയെ അനുഭവിക്കാനുള്ള യോഗ്യത നമ്മൾ നേടുകയാണ് ചെയ്യുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ വിഷയം വരുന്നുണ്ട്. ദീർഘദണ്ഡ നമസ്കാരങ്ങളെ കൊണ്ടും സേവകളെ കൊണ്ടും പരിപ്രശ്നങ്ങളെ കൊണ്ടും നീ ഗുരുനാഥന്മാരിൽ നിന്ന് അറിഞ്ഞുകൊള്ളൂ എന്ന് ഭഗവാൻ ഗീതയിൽ പറയുന്നുണ്ട്. തദ്വിദ്ധി പ്രണിപാതേന പരിപ്രശ്നേന സേവയാ ഉപദേക്ഷ്യന്തി തേ ജ്ഞാനം ജ്ഞാനിന തത്വദർശിന. അവിടെ വരുന്ന ചോദ്യം, നിങ്ങൾ ഈ നമസ്കരിച്ചു, സേവ ചെയ്തു എന്നുള്ളത് കൊണ്ട് ഗുരുനാഥൻ പ്രത്യേകിച്ച് അനുഗ്രഹിക്കുകയോ? സേവ ചെയ്തു,
നമസ്കരിച്ചു എന്നുള്ളതുകൊണ്ട് ഗുരുനാഥന് പ്രത്യേകിച്ച് സന്തോഷം ഉണ്ടാവുമോ? ഇല്ല. പിന്നെന്താ അർത്ഥാക്കണത്? അവിടെയാണ് നമ്മൾ ഈ വക ചെയ്യുമ്പോൾ നമ്മുടെ പാത്രത്വമാണ് വളരുക, നമ്മളിലാണ് വിനയം വളരുക, നമ്മളിലാണ് പാത്രത്വം വളരുക. ആ പാത്രത്വം നമ്മളിൽ വളരുന്നതിനനുസരിച്ച് സ്വതസിദ്ധമായ ആ കൃപയെ അനുഭവിക്കാൻ നമുക്ക് സാധിക്കും. അങ്ങനെ ഭഗവത് കൃപാ ലേശാതുവ, ഭഗവത് കൃപാ ലേശം കൊണ്ടും ഭക്തി ഉണ്ടാവാം. അപ്പൊ ഇവിടെ മഹത് കൃപയും ഭഗവത് കൃപയും പറഞ്ഞതുകൊണ്ട് മഹാത്മാക്കളും ഭഗവാനും തമ്മിലുള്ള ഏകതയെ സൂചിപ്പിക്കുക. വ്യക്തമാണല്ലോ പറഞ്ഞത്. മഹാത്മാക്കളും ഭഗവാനും തമ്മിലുള്ള ഏകത. ഈശ്വരോ ഗുരുരാത്മേതി. നമ്മളെല്ലാ മഹാപുരുഷന്മാരെയും നമ്മൾ ഈശ്വര സ്വരൂപികളായിട്ടാണ് കാണുന്നത്, ഭഗവാന്റെ പ്രത്യക്ഷ മൂർത്തികളായിട്ടാണ് കാണുന്നത്. തസ്മിൻ തജ്ജനെ ഭേദാഭാവാതു എന്ന് പറയാൻ പോകുന്നുണ്ട്. അവനിലും അവന്റെ ജനങ്ങളിലും വ്യത്യാസമില്ലാത്തതുകൊണ്ട് ഒരു പരാഭക്തൻ ഭഗവത് സ്വരൂപം തന്നെയാണ്. ഭഗവത് സ്വരൂപം തന്നെയാണ് പരാഭക്തൻ. അപ്പൊ പരാഭക്തന്മാരുടെ അനുഗ്രഹം കൊണ്ട്, ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട്, കൃപ കൊണ്ട് പരിശുദ്ധമായ ഭക്തി ഉണ്ടാവാം. ഇതാണ് മുഖ്യമായത്. അപ്പൊ അവിടെ വളരെ ശ്രദ്ധിക്കേണ്ടത്, ആദ്യം പറഞ്ഞ വിഷയത്യാഗാത്, 2 സർഗത്യാഗാത്, 3 അവ്യാവൃത ഭജനാത്, 4 ലോകേപി ഭഗവത് ഗുണശ്രവണ കീർത്തന എന്ന 4 സൂത്രങ്ങൾ പറഞ്ഞ ശേഷമാണ് പറയുന്നത് മുഖ്യമായിട്ട് ഇതൊന്നുമല്ല, മുഖ്യമായിട്ട് മഹാന്മാരുടെ കൃപ കൊണ്ടാണ്, ഭഗവാന്റെ കൃപ കൊണ്ടാണ്. ഭഗവാന്റെ കൃപ ഉണ്ടെങ്കിൽ, മഹാന്മാരുടെ കൃപ ഉണ്ടെങ്കിൽ പറഞ്ഞതൊക്കെ താനേ ഉണ്ടായിക്കോളും. അതില്ലാതെ ഇതൊക്കെ ഉണ്ടായിട്ട് കാര്യമില്ല. ശ്രദ്ധിക്കുക. അപ്പോ മുഖ്യതസ്തു മഹത് കൃപയൈവ ഭഗവത് കൃപാലേശാത് വാ. വ്യക്തമാണല്ലോ സൂത്രം? എന്തെങ്കിലും അവ്യക്തത ഉണ്ടെങ്കിൽ പറയണം. അവിടെയാണ് വലിയൊരു പ്രശ്നം. എന്താ പ്രശ്നം? മഹത് സംഘസ്തു ദുർലഭോ അഗമ്യോ അമോഘശ്ച. മഹത് സംഘസ്തു ദുർലഭ അഗമ്യ അമോഘ ച എന്ന് പദച്ഛേദം. സൂത്രം എങ്ങനെയാണ്? മഹത് സംഘസ്തു ദുർലഭോഗമ്യോ മോഘശ്ച. ഒറ്റ സൂത്രമാണ്, ഒറ്റ വാക്യമാണ്. മഹത് സംഘമാകട്ടെ ദുർലഭമാണ്, അഗമ്യമാണ്, അമോഘമാണ്. അപ്പൊ മഹാന്മാരുമായിട്ടുള്ള സംഘം ആദ്യം പറയാണ് ദുർലഭമാണ്. എന്തുകൊണ്ട്? ഒന്ന്, മഹാജനങ്ങൾ അത്ര കുറച്ചേ ഉള്ളൂ. ആയിരക്കണക്കിന് മനുഷ്യന്മാരിൽ ഒരാളാണ് തത്വജ്ഞാനത്തിന് പരിശ്രമിക്കുന്നത്. അങ്ങനെയുള്ള ആയിരക്കണക്കിന് ഒരാൾക്കാണ് തത്വജ്ഞാനം പ്രകാശിക്കുന്നത്. ആയിരക്കണക്കിന് ഒരാളാണ് ഭക്തിമാർഗത്തിൽ മുന്നോട്ട് പോകുന്നത്. അങ്ങനെയുള്ളവരിൽ ആയിരക്കണക്കിന് ഒരാളാണ് ശരിയായ ഭക്തനായി തീരുന്നത്. അല്ലേ? ചിന്തിച്ചു നോക്കൂ. അനേകായിരം പേരിൽ ഒരാളാണ് യോഗസാധനകളെ ചെയ്യുന്നത്. അതിൽ ഏതോ ഒരാളാണ് യഥാർത്ഥ യോഗിയാവുന്നത്. അപ്പൊ അങ്ങനെ ചിന്തിക്കുമ്പോൾ മഹാന്മാര് ദുർലഭമാണ് ലോകത്ത്. മനുഷ്യന്മാരിന് ദുർലഭ, പിന്നെയല്ലേ മഹാന്മാർ. മനുഷ്യന്മാര് തന്നെ ദുർലഭമാണ്, വളരെ ചുരുക്കമേ. അപ്പൊ മഹാന്മാരുടെ ദൗർലഭ്യം ആദ്യം അത് പറയണം. 2, ഉള്ളവരെ തന്നെ ലഭിക്കുക എളുപ്പമല്ല. ചിലപ്പോ കുട്ടികളെ പോലെ, ചിലപ്പോ ഉന്മത്തന്മാരെ പോലെ, ഭ്രാന്തന്മാരെ പോലെ, ചിലപ്പോ വിദ്വാൻമാരെ പോലെ, ചിലപ്പോ പാമരന്മാരെ പോലെ,
എല്ലാം പെരുമാറിയെന്ന് വരും. മനസ്സിലാക്കാൻ എളുപ്പമല്ല. ചിലപ്പോൾ കാമിയെ പോലെ, ചിലപ്പോൾ ക്രോധിയെ പോലെ ഒക്കെ പെരുമാറും. നമുക്ക് മനസ്സിലാക്കാൻ ഒട്ടും എളുപ്പമല്ല. കാരണം നമ്മൾ ചെറിയൊരു മാനദണ്ഡം കൊണ്ടാണ് പോവുക. ആ മാനദണ്ഡത്തിന് യോജിക്കുകയാണെങ്കിൽ നന്നായി, ഇല്ലെങ്കിൽ മോശമായി. അതെ, അത് ദുർലഭം, വളരെ ദുർലഭം. മഹത്സംഗസ്തു ദുർലഭ. മഹത്സംഗം ദുർലഭമാണ്. അപ്പുറത്തോട്ട് മഹത്സംഗം ദുർലഭം. ദുഃഖേന ലബ്ധം യോഗ്യം. വളരെ പ്രയാസപ്പെട്ടേ നേടാൻ പറ്റും. എളുപ്പമല്ല, ഒട്ടും എളുപ്പമല്ല. ഒന്ന്, മഹാന്മാര് പലപ്പോഴും അവരുടെ ശരിയായ ഭാവമല്ല പുറത്ത് കാണുക. നമ്മൾ പലപ്പോഴും പല കപടതകളിലുമാണ് ചെന്നപ്പെടുക. പറയാൻ പറ്റില്ല. മഹാന്മാര് ചിലപ്പോ ഭ്രാന്തനെ പോലെ ആയിരിക്കാം, ചിലപ്പോ കുട്ടികളെ പോലെ ആയിരിക്കാം, പല രീതിയിൽ പുറത്ത് കാണിക്കും. രണ്ട്, ഈ ജനസമ്പാദത്തു നിന്നൊക്കെ വിട്ടുമാറിയിട്ടായിരിക്കാം, ചിലപ്പോൾ ജനക്കൂട്ടത്തിലായിരിക്കാം. രണ്ടായാലും നമ്മൾ തെറ്റിദ്ധരിക്കും. ജനക്കൂട്ടത്തിൽ ഏവരെയും പോലെ പെരുമാറുന്ന ഒരാളെ നമ്മളൊരു മഹാത്മാവായിട്ട് എടുക്കില്ല. അങ്ങനെയില്ല. ഇതെന്തപ്പനെ ഇതെല്ലാരെയും പോലെ തന്നെ നമുക്ക് തോന്നും. അപ്പൊ നമ്മൾ ചില ജില്ല കൂട്ടിലിരിക്കുന്ന ആൾക്കാരെ പ്രത്യേകം മാനിച്ചെന്ന് വരും. അത് ചിലപ്പോൾ മഹാ തട്ടിപ്പോയി. ഓർമ്മ വരുന്നത് ഒരു തമാശയാണ്. ആശ്രമത്തില് 1996 കാലഘട്ടത്തിൽ ഒരു, അന്നവിടെ സത്സംഗത്തിലൊന്നും വലിയ കെട്ടിടമില്ല, വരുന്ന സജ്ജനങ്ങൾക്ക് താമസിക്കാനുള്ള ഒരു സൗകര്യവും ഇല്ല. ആകെ ഒരു ഹോള് മാത്രമല്ല, ചെറിയൊരു പന്തൽ പോലെ കെട്ടിയുണ്ടാക്കിയ ഒരു ഹോള് മാത്രം, വേറൊന്നുമില്ല. അപ്പൊ അവിടെ ഒരു കെട്ടിടം പണി, ഇപ്പൊ അവിടെ ക്ലാസ് ഒക്കെ നടക്കുന്നത് ആ ഹോളിലാണ്. അതിന്റെ പണി ആരംഭിക്കുകയാണ്. അപ്പൊ ചില്ലാനം വേണം, ചില്ലാനം ഇല്ലാണ്ട് കാര്യം നടക്കില്ല. അപ്പൊ ചില്ലാനം പിരിക്കേണ്ട ആലോചനയൊക്കെ ചെയ്തപ്പോ ആ വർഷത്തെ അന്തര്യോഗത്തിൽ വെച്ചിട്ട് പ്രതിനിധി ഭാഷണമുണ്ട്. അവസാനത്തെ ഇനം പ്രതിനിധി ഭാഷണങ്ങൾ. അതിൽ നമ്മളായിട്ട് വളരെ അടുപ്പമുള്ള ഒരാൾ പറഞ്ഞു, സ്വാമി പ്രസംഗം മുഴുവൻ നിർത്തുക, ആദ്യം വേണ്ടത് ഈ ക്ലാസ് എടുക്കൽ നിർത്തുക, ഒക്കെ നിർത്തണം, എന്നിട്ട് മണ്ടാണ്ടിരിക്കുക, കൈയൊക്കെ അങ്ങനെ വെച്ചിട്ട് ഇരിക്കണം, ബാക്കി കാര്യം ഞങ്ങൾ എത്തും, നമുക്ക് ഒരൊറ്റ മാസം കൊണ്ട് പണി തീർക്കാം. മണ്ടരുത്, ഒരു ക്ലാസ് കൊടുക്കാൻ പാടില്ല, ജനക്കൂട്ടത്തിലൊന്നും ഇളകാൻ പാടില്ല, ആൾക്കാരെ പിടിക്കുക, തൊടുക, അതൊന്നും പാടില്ല, വിട്ടുമാറി. അല്ല ചോദിച്ചാൽ എന്താണ് ഭക്ത, അതൊക്കെയാവും. സംസ്കൃതേ പറയാൻ പാടുള്ളൂ, വേറൊന്നും പറയാൻ പാടില്ല. മുണ്ടാണ്ടിരുന്നോളാം. അതെ, തമാശയല്ല. അത് പറഞ്ഞ ആളുടെ പേരൊന്നും ഞാൻ ഇവിടെ പറയുന്നില്ല, അവിടെ ഇവർക്കൊക്കെ പരിചയമുള്ള ആളാണ്. നമുക്ക് ഒറ്റ മാസം കൊണ്ട് പൈസ പിരിവ് ചെയ്തിട്ട് ഹാളിന്റെ പണി പൂർത്തിയാക്കാം. ഇത് സ്വാമി എല്ലാവർക്കും ചേർന്നും കഴിയും, എല്ലാവരും വർത്താനം പറയും, കുട്ടികളെ കൂടെ കളിക്കുകയും ചെയ്യും, പിന്നെ എന്ത് മഹത്വമുള്ളത്? ഒന്നുമില്ല. ചിന്തിക്കുക. ദുർലഭ. നമ്മളെ യാത്രയിലും സന്യാസത്തിന് മുമ്പുള്ള കാലമാണ്, അങ്ങനെ പരിവർത്തനം ചെയ്യുന്ന കാലം. ഉത്തർപ്രദേശിലൊരു സ്ഥലത്ത്
ഒരു വലിയ അവധൂതൻ എന്ന് പറയപ്പെടുന്ന ഒരാൾ ഇരിക്കുക. ഒന്നുമില്ല, ഒരു ചെറിയൊരു ചാക്കിന്റെ കഷ്ണം ഇവിടെ അങ്ങനെ വെച്ചിട്ടുണ്ട്. ഒരു ചാക്ക് ഇത്രയുള്ളൂ. അയാൾ മിണ്ടൂല്ല, അങ്ങനെ ഇരിക്കുകയാണ്. അയാളുടെ ചുറ്റും പഴത്തിന്റെ വലിയൊരു കൂമ്പാരമുണ്ട്, പണത്തിന്റെ വലിയ കൂമ്പാരമുണ്ട്. ഭക്തന്മാര് വരി വരിയായിട്ടാണ്. നല്ലത് തന്നെ, സന്തോഷം. പക്ഷെ നമുക്ക്, നമ്മളൊരു വിദ്യാർത്ഥിയായിട്ട് ഇങ്ങനെ പഠിക്കുകയാണല്ലോ നടക്കുന്നത്. അപ്പൊ ശരിക്കും അന്ന് വലിയൊരു പാഠം കിട്ടിയ ദിവസമായിരുന്നു. കാരണം നമ്മൾ ആ പ്രദേശത്ത് എത്തിയ ദിവസം തന്നെയാണ് അയാളെ പോലീസ് പിടിച്ചത്. ഇരട്ട കൊലപാതകം ചെയ്തിട്ട് രാജസ്ഥാനിൽ നിന്ന് ഒളിച്ചു വന്നതാണ്. എന്നിട്ട് ഇവിടെ സിദ്ധനായിട്ടിരിക്കുക, അവധൂത മഹാത്മാവായി. അപ്പൊ അവിടെ ചോദ്യം വരാം, സ്വാമി ഇരട്ട കൊലപാതകം ഇന്നലെ ചെയ്തു എന്നുള്ളത് എന്താ കുഴപ്പം? ഇന്നലെ അത് ചെയ്തു എന്നയൊക്കെ മാറ്റം വന്നൂടെ? എന്താ അഭിപ്രായം? ഇല്ലേ? ഇന്നലെ കൊലപാതകം ചെയ്തുകൊണ്ട് ഇന്ന് മഹാനല്ല എന്നർത്ഥമുണ്ടോ? ഇന്ന് മഹാനാവാലോ. ശരിയാണ്, ഇന്ന് മഹാനാവാം, ഞാൻ അതിനെ ബഹുമാനിക്കുന്നു. വാൽമീകി കള്ളനായിരുന്നു എന്നല്ല നമ്മൾ പറയുക, വാൽമീകി മഹർഷിയാണെന്നാ പറയുക. പക്ഷേ പോലീസിന്റെ അടുത്ത് രണ്ടങ്ങട്ട് കിട്ടിയപ്പോ അയാളെ വായന്ന് പുറത്തേക്ക് വന്ന വാക്കുകൾ കേട്ടാൽ മനസ്സിലാവും അയാൾക്ക് ഒരു മഹത്വമില്ല. നേരെ മറിച്ച് പോലീസിന്റെ അടുത്ത് അടി കിട്ടിയപ്പോഴും അയാൾ അതേ സിദ്ധാവസ്ഥയിലായിരുന്നെങ്കിൽ നമുക്ക് അയാളെ പൂജിക്കാമായിരുന്നു. പൂജിക്കാൻ ഞാനും ഉണ്ടാവുമായിരുന്നു മുമ്പിൽ. പക്ഷെ രണ്ട് തല്ലങ്ങട്ട് കിട്ടിയപ്പോ അയാളെ വായിന്ന് വന്ന വാക്കുകൾ ഒരു മഹത്വമില്ല. അവർ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. അപ്പൊ നമ്മൾ ഇങ്ങനത്തേലൊക്കെയാ വീഴുക പലപ്പോഴും. ആകാശത്തിന് ഭസ്മം എടുക്കുക, അല്ലെങ്കിൽ അതാക്കുക ഇതാക്കുക, പല മാജിക് കാണിക്കുക, അതിലൊക്കെ പോയി വീഴുന്നു. അവസാനം ഓരോരു കുഴപ്പം പറ്റിയിട്ടാണ് പിന്നെ തിരിച്ചറിയുക. അതുകൊണ്ട് മഹത്സംഗം വളരെ ദുർലഭമാണ്, വളരെ ദുർലഭമാണ്, ഒട്ടും സുലഭമല്ല. നമ്മൾ വളരെ ആരാധിച്ച, ഏറ്റവും പൂജിച്ച ഒരു മഹാത്മൻ ഉണ്ടായിരുന്നു, സന്യാസി ശ്രേഷ്ഠ. ഇപ്പൊ ഇല്ല, സമാധിയായി. സ്വാമിജി പറഞ്ഞു തന്നൊരു കഥയുണ്ട്. ഈ കഥ പറഞ്ഞു തരുമ്പോൾ സ്വാമിക്ക് 90 മുകളിൽ വയസ്സുണ്ട്, കുറെ കൊല്ലായി. മണ്ണൂര് രാമാനന്ദാശ്രമത്തിന്റെ മഠാധിപതിയായി പരമേശ്വരാനന്ദ സ്വാമി. വലിയ വിദ്വാനായിരുന്നു. സ്വാമിജി പറഞ്ഞു തന്ന കഥയാണത്. പണ്ട് 1800-കളുടെ ഒടുവിലാണ് കേരളത്തിൽ നിന്ന് ഒരു 4-5 ചെറുപ്പക്കാർ ഒരു മഹാത്മാവിനെ കാണാൻ പോവുകയാണ് തമിഴ്നാട്ടിലേക്ക്. അപ്പൊ അവർ കേട്ടറിഞ്ഞതാ, വലിയ മഹാത്മാവാണ്, തമിഴ്നാട്ടിൽ ചിദംബരത്തിന്റെ അടുത്താ. വലിയ ഭക്തിയോട് കൂടി കാണാൻ പോവുക. എത്ര കഷ്ടപ്പാടുണ്ടാവും അക്കാലത്ത്. ട്രെയിനുണ്ട് അന്ന്, ഒരു ട്രെയിനുണ്ട്, മംഗലാപുരം മദിരാശി ട്രെയിനുണ്ട്. പക്ഷെ ബാക്കി കാളവണ്ടിയിലും നടന്നിട്ടും ഒക്കെ ആയിട്ടാണ് പോണത്. വളരെ കഷ്ടപ്പെട്ട് യാത്ര ചെയ്ത് ഈ 4-5 ചെറുപ്പക്കാര് ഈ മഹാത്മാവ് ഇരിക്കുന്ന സ്ഥലത്തിന്റെ അടുത്തെത്തി. ശ്രദ്ധിക്കുക, എത്ര കഷ്ടപ്പെട്ടിട്ടായിരിക്കും ആലോചിച്ച് നോക്കൂ ആ കാലത്ത് യാത്ര ചെയ്യുന്നത്. അപ്പൊ അദ്ദേഹം ചിദംബരം ക്ഷേത്രത്തിന്റെ അടുത്ത് തന്നെ ഒരു വലിയ രഥമണ്ഡപമുണ്ട്. ആ രഥമണ്ഡപത്തിന്റെ വശത്തൊരു മുറിയിലാണ് ഇരിക്കുന്നത്. ആ മുറിയൊന്നും ഇപ്പൊ ഇല്ല, അക്കാലത്തുള്ളതാണ്. അപ്പൊ ഇത്രയും കഷ്ടപ്പെട്ട് ഇവർ അദ്ദേഹത്തെ കാണാൻ വേണ്ടി മാത്രമാണ് പോയത്, മനസ്സിലാക്കുക. അവരാ മുറിയുടെ അടുത്തെത്തുമ്പോ അകത്തുനിന്ന് പൊട്ടിച്ചിരിക്കണതാ കേൾക്കണത്, തമാശ പറഞ്ഞിട്ട്. നാടൻ തമാശ പറഞ്ഞ് പൊട്ടിച്ചിരിക്കണതാ കേൾക്കണത്. അപ്പൊ ഇവര് വിചാരിച്ചു, അയ്യേ, നമ്മൾ എന്ത് വിഡ്ഢികളാ, ഇത്ര വലിയ മഹാത്മാവാന്ന് വിചാരിച്ച് നമ്മൾ ഇയാളെ കാണാനാണല്ലോ വന്നത്. ഇയാള് തനി ലൗകികമായ വർത്താനവും പറഞ്ഞ് ചിരിക്കുക, ഒരു മഹാത്മ്യം അയാൾക്കില്ല.
കാരണം മഹാത്മാവാണെങ്കിൽ ചിരിക്കുക. ഇങ്ങനെ ഇരിക്കണ്ടേ ഉണ്ടാണ്ട്? ചിരിക്കാൻ പാടുണ്ടോ? തമാശ പറയാൻ പാടുണ്ടോ? എവര് മടങ്ങിനെ? ഇത്രയും ദൂരം കഷ്ടപ്പെട്ട് പോയിട്ട് അദ്ദേഹത്തെ ഒന്ന് പോയി കണ്ട് നമസ്കരിക്കാതെ മടങ്ങി നാട്ടിലെത്തി. അത് 1-2 മാസം കഴിഞ്ഞിട്ടാണ് നാട്ടിലെത്തിയത്. അവരെ ഈ മഹാത്മാവിനെ കുറിച്ച് പറഞ്ഞ് പരിചയപ്പെടുത്തിയ ആളോട് അവർ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, നിനക്ക് നഷ്ടപ്പെട്ടു എന്നല്ലാതെ ഒന്നും പറയാനില്ല. കാരണം അപ്പോഴത്തേക്ക് അദ്ദേഹത്തിന്റെ ശരീരവും പോയി. ഇനി വീണ്ടും പോയി കാണാൻ പറ്റുകയില്ല. കാരണം ഇവര് മനസ്സിലാക്കിയ എന്താ വെച്ചാൽ മഹാത്മാവ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും, മഹാത്മാവ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും, നമ്മള് മാനദണ്ഡം വെച്ച് തൂക്കുകയാണ്. അതുകൊണ്ട് മഹത്സംഗഹതു ദുർലഭമാണ്, വളരെ ദുർലഭമാണ്. നമ്മുടെ അല്പജ്ഞാനം വെച്ച് അളക്കാൻ കഴിയുന്നതല്ല ഒരു മഹാത്മാവിനെ. അതുകൊണ്ട് ദുർലഭമാണ്. ഇതെപ്പോഴും നമ്മൾ ഓർമ്മിക്കണം. അപ്പൊ വിവിധ കാരണങ്ങൾ ഇവിടെ പറഞ്ഞു. ഒന്ന് ബാലനെ പോലെയാവാം, ഭ്രാന്തനെ പോലെയാവാം, ഉന്മത്തനെ പോലെയാവാം, കുട്ടിയെ പോലെയാവാം, വിദ്വാനെ പോലെയാവാം, പാമരനെ പോലെയാവാം. ഇനി പുറമെ പല ഭാവങ്ങൾ കാണിക്കുന്നതാവാം. ഇനി നമ്മുടെ കയ്യിലുള്ള മാനദണ്ഡം അനുസരിച്ചാണ് നമ്മൾ മനസ്സിലാക്കുക. ചിലപ്പോ ജനക്കൂട്ടത്തുനിന്ന് വിട്ടുമാറിയിട്ടായിരിക്കാം, അപ്പൊ എത്തിപ്പെടാൻ പറ്റില്ല. ചിലപ്പോ ജനക്കൂട്ടത്ത് തിരിച്ചറിയാതെ ആയിരിക്കാം, അപ്പോഴും മനസ്സിലാക്കില്ല. ദുർലഭ. രണ്ടാമത് പറയാണ് അഗമ്യ. ഇനി ലഭിച്ചു എന്ന് വിചാരിച്ചോളൂ, ദുർലഭ. ലഭിച്ചാൽ തന്നെ അഗമ്യമാണ്, അടുത്ത് പോകാൻ പറ്റില്ല, ഗമിക്കാൻ പറ്റില്ല. മഹാത്മാക്കള് ശരിയായ മഹിമയെ പ്രാപിച്ചവര് മൃദുവായി വെണ്ണ പോലെ ആയിരിക്കും. പക്ഷെ നമുക്ക് പലപ്പോഴും എന്തൊക്കെയോ നമ്മളെ അങ്ങോട്ട് അടുക്കുന്നതിൽ നിന്ന് തടയും. അങ്ങനെ പാടില്ല, ഇങ്ങനെ പാടില്ല എന്ന് 100 കൂട്ടുണ്ടോ. ഉണ്ടാൻ പാടില്ല, ചോദിക്കാൻ പാടില്ല, അതെന്ത് വിചാരിക്കും, ഇതെന്ത് വിചാരിക്കും. അഗമ്യ. ചിലപ്പോ ചില മഹാപുരുഷന്മാർ അഗമ്യ സ്ഥിതിയിൽ ഇരിക്കുകയും ചെയ്യും കേട്ടോ. അതുകൊണ്ട് അത് എന്തുകൊണ്ടാന്ന് ചോദിച്ചാലൊന്നും മറുപടി പറയാൻ പറ്റില്ല. നമ്മുടെ ജീവിതത്തില് അങ്ങേയറ്റത്തെ ആദരപൂർവം എന്നും ഓർമ്മിക്കുന്ന ഒരു അമ്മയുണ്ട്. വലിയ അറിവിന്റെ നിധിയായിരുന്നു. ആ അമ്മ ഒരു ഗുഹയിൽ താമസിക്കുക. പുറത്ത് കല്ല് കൂട്ടി വെച്ചിട്ടുണ്ട്, വീറിനവർ എറിഞ്ഞു ഓടിക്കാൻ. ആ ഏറ് കിട്ടും. ആ ഏറ് കിട്ടാണ്ടൊക്കെ അവിടെ എത്തിപ്പെട്ടാൽ രക്ഷപ്പെട്ടു. എന്താന്ന് വെച്ചാൽ പറയാൻ പറ്റില്ല. നമ്മളന്ന് പോയി പറഞ്ഞിട്ടൊന്നുമില്ല, വളരെ സ്നേഹമായിട്ട് സ്വീകരിച്ചതാണ്. അപ്പൊ ഒരുപാട് കല്ലിങ്ങനെ കൂട്ടി വെച്ചിരിക്കുക. ആരെങ്കിലും തന്റെ ഗുഹേന്റെ അടുത്തേക്ക് വരുന്നുണ്ടെന്ന് കണ്ട എറിഞ്ഞു ഓടിക്കുക. അഗമ്യ. ശിവാനന്ദ സരസ്വതി സ്വാമികളുടെ നേരിട്ടുള്ള ശിഷ്യനായിരുന്നു രാമാനന്ദ സരസ്വതി സ്വാമികൾ. കുളത്തൂരിൽ നിന്നാണ് അവസാനം ശരീരം പോയത്. അദ്വൈതാശ്രമത്തിലായിരുന്നു അവസാന കാലത്ത്. ഇപ്പൊ സ്വാമിജി കൊച്ചു കുഞ്ഞല്ല, ചെറുപ്പത്തിൽ സന്യാസമാർഗത്തിൽ പോയ ആളാ. 15-16 വയസ്സായപ്പോ വീട് വിട്ടു പോയ ആളാ. അങ്ങനെ സഞ്ചരിച്ച് മുംബൈയിൽ എത്തി. അന്ന് നിത്യാനന്ദ സ്വാമികളെ കാണാൻ വേണ്ടി വജ്രേശ്വരി പോവുകയാണ്. അപ്പൊ ഈ കുട്ടി നിത്യാനന്ദ സ്വാമിനെ കാണാൻ പോകണമെന്ന് അറിഞ്ഞപ്പോ പല മഹാത്മാക്കളും പറഞ്ഞല്ലോ, വെറുതെ പോണ്ട, അടി കിട്ടും.
എന്താ കിട്ടുക എന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഏറ് കിട്ടും, ചിലപ്പോൾ അടി കിട്ടും. കല്ലൊക്കെ കൂട്ടി വെച്ചിട്ടുണ്ടാവും അടുത്ത്, ചിലപ്പോൾ വടി ഉണ്ടാവും, അടിച്ചു ഓടിക്കും, വെറുതെ പോണ്ടാവും. അങ്ങനെ ഭയത്തോടു കൂടിയാണത്ര ഈ കുട്ടി പോയത്, വളരെ ഭയത്തോടു കൂടി. അപ്പൊ ദൂരെ നോക്കിയപ്പോ തന്നെ പേടിയായി. കാരണം ഒരു സിമന്റ് ബെഞ്ചിൽ ഇങ്ങനെ കൈ കൊണ്ട് തല താങ്ങിയിട്ട് ഇങ്ങനെ കിടക്കുകയാണ് അത്ര, ചെരിഞ്ഞിട്ട്. കാണുമ്പോ തന്നെ പേടിയായി. ഒരു നിത്യാനന്ദ സ്വാമിയുടെ ചിത്രം എല്ലാരെയും മനസ്സിലുണ്ടല്ലോ, ഇല്ലേ? ആ, വലിയ രൂപല്ലേ. അപ്പൊ ഈ കുട്ടിക്ക് പോവാൻ തന്നെ പേടി. എന്താണ് ഇയാളുടെ എത്തിപ്പെടാനുള്ള ഒരു വഴി എന്നിങ്ങനെ ആലോചിക്കുമ്പോ എന്തോ ഒരു അനുഗ്രഹം എന്ന പോലെ. അപ്പൊ മുപ്പര് ഒരു മൊസാമ്പി കയ്യിൽ വെച്ച് ഇങ്ങനെ തിരിക്കണ്ടത്രേ. ഇതങ്ങോട്ട് വീണുപോയി. ഇത് വീണത് ഉരുണ്ട് പോയപ്പോ ഉടനെ ഈ കുട്ടി ഓടിപ്പോയിട്ട് എടുത്ത് കൊണ്ടുപോകും. അപ്പൊ ഒരു ചാൻസ് കിട്ടിയല്ലോ. അപ്പൊ അടിക്കുകയും ചെയ്തില്ല, കല്ലെടുത്ത് എറിയുകയും ചെയ്തില്ല, ഒന്ന് നോക്കിയത്രേ. നോക്കി പിടിച്ച് അകത്തേക്ക് കൊണ്ടുപോയി 1 രൂപ ഒരു നാണയം കൊടുത്തു. അവിടെ ഒരു ശില്പമുണ്ട്, ആ ശില്പം കാണിച്ചും കൊടുത്തു. ആ ശില്പം ഒരു സർപ്പത്തിന്റെ ശില്പമാണ്. സ്വാമി പറഞ്ഞറിഞ്ഞതാണ്, നമ്മൾ കണ്ടിട്ടില്ല. ആ സർപ്പത്തിന്റെ ഉള്ളില് തിളങ്ങുന്ന ഒരു മാണിക്യത്തിന്റെ കല്ലിന്റെ ചിത്രമുണ്ട്. അതുള്ളൊരു ചിത്രമാണ്, ശില്പമാണ് കാണിച്ചു കൊടുത്തത്. പിന്നെ 1 രൂപയും കൊടുത്തു. ആ 1 രൂപ സ്വാമിജി അവസാന കാലം വരെ സൂക്ഷിച്ച് ഇപ്പൊ നമ്മളെ കയ്യിലുണ്ട്, അവിടെ ഉണ്ട്. 10 രൂപ തന്നാ കാണിച്ചു തരാം. അല്ലല്ല, അത് സ്വാമിയല്ല, രാമാനന്ദ സ്വാമി, രാമാനന്ദ സരസ്വതി സ്വാമിജിയാണ് നമുക്ക് തന്നത്. അതവിടെ ഉണ്ട്. താല്പര്യമുള്ളവർ വന്നാൽ കാണിച്ചു തരാം. എന്ത്? അതെ, തമാശ പറയല്ലേ. അപ്പോ പലപ്പോഴും നമ്മൾക്ക് അഗമ്യന്മാരായിരിക്കും മഹാപുരുഷന്മാർ, അഗമ്യന്മാരായിരിക്കും. നമ്മളെ സ്വാമിജി പറഞ്ഞിട്ടൊരു കഥ അറിയാം. നമ്മളെ സ്വാമിജി എന്ന് പറയുമ്പോൾ വിമലാനന്ദപുരി സ്വാമികൾ. സ്വാമിജി ചെറിയ കുഞ്ഞായപ്പോ 2.5 വയസ്സ് ഉള്ളപ്പോ പേപ്പട്ടി കടിച്ചു. അപ്പൊ അക്കാലത്ത് പേപ്പട്ടി കടിച്ചാൽ കഴിഞ്ഞു, ആകെ പരിഭ്രമായി വീട്ടുകാർക്കൊക്കെ. അമ്മയ്ക്കൊരു പരിഭ്രമവും ഇല്ല. അമ്മ കുഞ്ഞിനെ എടുത്ത് നേരെ ശ്രീനാരായണ ഗുരുദേവന്റെ അടുത്ത് പോയി. ഗുരുദേവൻ എന്തോ ഒരു പച്ചില മരുന്ന് കൊടുത്തു. അങ്ങനെ ഒരു പ്രശ്നമില്ലാണ്ട് കുഞ്ഞിനൊരു രോഗവും ഇല്ല, ഭ്രാന്തും ഇല്ല, ഒന്നുമില്ല, ഒക്കെ ഭേദമായി, ഉഷാറായി. അങ്ങനെ കുഞ്ഞ് വളർന്നു വന്നു, വലുതായി. അപ്പൊ 1930 കാലഘട്ടമാണ്. അന്ന് മലബാർ മുഴുവൻ സായിപ്പന്മാര് ഭരിക്കുകയാണ്. ഇത് തിരുവിതാംകൂറിലാണ്. തിരുവിതാംകൂർ രാജാവാണ് ഭരിക്കണതെങ്കിലും സായിപ്പിന്റെ മേൽക്കോയ്മ അംഗീകരിച്ചിട്ടാണ് ഭരിക്കുന്നത്. ബ്രിട്ടന്റെ മേൽക്കോയ്മ അംഗീകരിച്ച് റീജന്റ് ദിവാൻ സായിപ്പ. അപ്പൊ സായിപ്പന്മാരെ കണ്ട വലിയ കേമാണ്. അപ്പൊ വീട്ടുകാർ തീരുമാനിച്ചു ഈ കുട്ടിയെ ഇംഗ്ലീഷ് പഠിപ്പിക്കണം, ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിപ്പിക്കണം. കാരണം ഇംഗ്ലീഷ് പഠിച്ചാൽ കേമണം. അങ്ങനെ കുട്ടിക്ക് വിരോധമൊന്നുമില്ല, ഇംഗ്ലീഷ് പഠിക്കാം. ആ കാലത്താണ് അവരുടെ സ്കൂളിന്റെ അടുത്തൊരു സ്ഥലത്ത് ശ്രീനാരായണ ഗുരുദേവൻ വന്നു. അപ്പോ ഇവര് 3-4 കുട്ടികൾ തീരുമാനിച്ചു ഗുരുദേവനെ കാണാൻ പോകണം എന്ന് തീരുമാനിച്ചു. അങ്ങനെ ഇവര് പോയി. ശ്രീനാരായണ ഗുരുദേവനാണ്. ഒരു ചുറ്റുപാട് വരുമ്പോ വലിയ പ്രഭാവമുള്ള ആൾക്കാരാ ചുറ്റും ഉണ്ടാവുക, വലിയ
ഇത് സ്കൂൾ കുട്ടികളല്ലേ, അവർക്ക് എന്ത് പ്രഭാവമുള്ളത്? ഗുരുദേവന്റെ അടുത്തേക്ക് പോകാൻ കഴിയുമോ? ഏയ്. ഒരു നാട്ടിലേക്ക് വരുമ്പോ അവിടുത്തെ പ്രമാണിമാര് അവരൊക്കെയല്ലേ ചുറ്റും ഉണ്ടാവുക, സാധാരണ അത്രയല്ലേ ഉണ്ടാവുള്ളൂ, തുറപ്പല്ലേ. അപ്പൊ ഇവര് കുട്ടികളല്ലേ, സ്കൂൾ കുട്ടികളല്ലേ, ഇവർക്ക് ആകെ വിഷമായി. അപ്പൊ ഇവരൊരു വഴി കണ്ടുപിടിച്ചു. ഇവർ കുറച്ച് ദൂരം കല്ലിന്റെ മുകളിൽ കയറിയിട്ട് കുക്കി പിടിക്കാത്ത, ബഹളം ഉണ്ടാക്കാത്ത. അപ്പൊ ഗുരുദേവൻ ഇവിടുന്ന് എന്തൊക്കെയോ മറ്റുള്ളവർക്ക് ഉപദേശം കൊടുക്കുകയാണ്. അതിനെ തടസ്സപ്പെടുത്തും വിധം എവർ ഈ കല്ലിന്റെ മുകളിൽ കയറിയിട്ട് ഉച്ചത്തിൽ ബഹളം ഉണ്ടാക്കി. അത് ഗുരുദേവന് വളരെ ഇഷ്ടമായിട്ട് മാടി വിളിച്ചപ്പോ ചാൻസ്, അവർക്ക് കിട്ടിയ ചാൻസ് ആയാലും ഓടിച്ചെന്നു അടുത്ത്, ഓടിച്ചെന്ന് നമസ്കരിച്ചു. അപ്പൊ എല്ലാവർക്കും ഓരോ പഴം കൊടുത്തു. ഇവരെ വേഗം ഒഴിവാക്കേണ്ട ഉദ്ദേശം ഉണ്ടാവും ഗുരുദേവൻ. എല്ലാവർക്കും പഴം കൊടുത്തു. ഈ കുട്ടിയെ മാത്രം വിളിച്ചിട്ട് പറഞ്ഞു, നീ സംസ്കൃതം പഠിക്കണം കേട്ടോ. അത്രയേ ഉള്ളൂ. വീട്ടിലെത്തിയിട്ട് വീട്ടുകാരോട് പറഞ്ഞു, ഞാനിങ്ങനെ ശ്രീനാരായണ ഗുരുദേവനെ പോയി കണ്ടു, സംസ്കൃതം പഠിക്കാൻ പറഞ്ഞു. അപ്പൊ വീട്ടുകാർക്കൊക്കെ വിരോധമായി. കാരണം അവര് തീരുമാനിച്ചത് എന്താ, ഇംഗ്ലീഷ് പഠിപ്പിക്കാനാണ്. അപ്പൊ കുട്ടിയുടെ അമ്മ പറഞ്ഞു, സാധ്യമല്ല, കാരണം ഈ കുട്ടിയെ നമുക്ക് തന്നത് ഗുരുദേവന്റെ കൃപയാണ്. അല്ലെങ്കിൽ ഈ കുട്ടി അന്ന് മരിച്ചു പോകേണ്ടതാ, ഭ്രാന്തിളകി മരിക്കേണ്ടതാ. അതുകൊണ്ട് ഗുരുദേവൻ സംസ്കൃതം പഠിക്കാനാണ് പറഞ്ഞതെങ്കിൽ അവനെ സംസ്കൃതം തന്നെ പഠിപ്പിച്ചിരിക്കണം. അങ്ങനെയാണ് ആ കുട്ടിയെ സംസ്കൃത സ്കൂളിൽ ചേർക്കുന്നത്. അന്നത്തെ സംസ്കൃത സ്കൂളാണ് പിന്നീട് സംസ്കൃത കോളേജായി മാറിയത് തിരുവനന്തപുരത്ത്. പിന്നീട് സ്വാമിയുടെ യാത്ര വേറെ. പറഞ്ഞത് ഒരു ജീവിതത്തെ മാറ്റിമറിക്കുന്നതാണ് മഹാത്മാക്കളായിട്ടുള്ള സംഘം. പക്ഷെ അഗമ്യമാണ്. അടുത്തൊക്കെ പോകാൻ പറ്റിയോ? ഇല്ല. അതിന് കൂക്കി വിളിയൊക്കെ വേണ്ടി വന്നു. അങ്ങനെ പലതും വേണ്ടി വരും നമ്മുടെയൊക്കെ. എല്ലാത്തിനും ഒരുപോലെ അല്ലാട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. കൂക്കി വിളിച്ചാൽ ചിലപ്പോൾ തല്ലുകൊണ്ടൊന്നും വരും. അത് വിഷയം. അപ്പൊ എല്ലാവരോടും ഒരു നയമല്ല, എല്ലായിടത്തും ഒരു നയമല്ല. പക്ഷെ അഗമ്യം, എത്തിപ്പെടാൻ എളുപ്പമല്ല. ഓരോ മഹാത്മാവിന്റെ അടുത്ത് എത്തിപ്പെടാൻ ഒട്ടും എളുപ്പമല്ല. ഇനി നമ്മൾ എത്തിപ്പെട്ടു എന്ന് വിചാരിച്ചാൽ എത്തിപ്പെട്ടിട്ടുണ്ടാവുമോ? അതും വേണമല്ലോ ചിന്തിക്കുക. മനസ്സിലായില്ല? ഇല്ല, അത് പറഞ്ഞ മനസ്സിലായിട്ടില്ല. നമ്മൾ ചിലപ്പോൾ വിചാരിക്കും ഞാൻ എത്തിപ്പെട്ടു, ഞാൻ കൂടെ തന്നെയാ എന്ന് വിചാരിക്കും. എത്തിപ്പെട്ടിട്ടുണ്ടാവില്ല. മനസ്സിലായില്ല? ചിലർക്ക് മനസ്സിലായിട്ടില്ല. എന്നാ പറയാം. ഒരു സ്ഥലത്ത് നിന്ന്, ഒരു പ്രഭാഷണ സ്ഥലത്ത് നിന്ന് ഒരു സംശയം വന്നു. ഒരാൾ ചോദിച്ച സംശയം ഇതാണ്: എത്ര കാലം ഒരു ഗുരുനാഥന്റെ കൂടെ കഴിഞ്ഞാൽ നമുക്ക് ഗുരുവിന്റെ മഹത്വം മനസ്സിലാവും? ഇതാണ് സംശയം. ഗുരുനാഥന്റെ മഹത്വം മനസ്സിലാവാൻ നമ്മൾ എത്ര കാലം ഗുരുവിന്റെ കൂടെ കഴിയണം? നമ്മളെ വായിൽ അപ്പ വന്ന മറുപടി ഇതാട്ടു, മോശമായി പോയതൊന്നും നിങ്ങൾ പറഞ്ഞേക്കരുത്. പറഞ്ഞതാണ്, ഈ പശുവിന് വിശേഷമായിട്ടുള്ളത് എന്താ? പാല്. രക്തം പശുവിന് വിശേഷമല്ല, എല്ലാ ജന്തുക്കൾക്കും ഉള്ള ആണല്ലോ. രക്തം എല്ലാ ജന്തുക്കൾക്കും ഉണ്ട്, പശുവിനും. അപ്പൊ പശുവിന്റെ ദേഹത്ത് തന്നെ ജനിച്ച് വളർന്ന ഒരു ഷഡ്പദം, ചില നാട്ടിൽ ഉണ്ണി എന്ന് പറയും, ചില നാട്ടിൽ, ഇവിടെ എന്താ പറയാന്നറിയില്ല, ഉണ്ണി തന്നെ. 6 കാലുള്ള അവൻ രക്തം കുടിച്ചങ്ങോട്ട് വീർത്ത് നല്ല ഉഷാറാവും, ഒരു ഉണ്ടയായിട്ടിരിക്കും, വലിയ ഉണ്ട. അതിന്റെ അടിയിൽ 6 കാല് ചെറുതായിട്ടുണ്ടാവും, അത്രയേ ഉള്ളൂ. അപ്പൊ നമ്മുടെ ദേഹത്ത് വന്നാലും രക്തം കുടിച്ച് വീർക്കും. 1 മാസം 2 മാസം നിൽക്കും അതിന്റെ ചൊറി. അപ്പൊ യവൻ ജനിച്ചത് എവിടെയാ? പശുവിന്റെ ദേഹത്ത്. വളർന്നത് എവിടെയാ? പശുവിന്റെ ദേഹത്ത്. അപ്പൊ ജനിച്ച മുതൽക്ക് ഇത്രയും കാലം പശുവിന്റെ ദേഹത്ത് തന്നെയാ. പക്ഷെ പശുവിന് സവിശേഷമായിട്ടുള്ളത് അവൻ അറിയോ? സാമാന്യമായിട്ടുള്ള രക്തമല്ലാതെ വിശേഷമായിട്ടുള്ള ഗവ്യം അവൻ അറിയില്ല. ഇതുപോലെ ഗുരുനാഥനോട് ഒട്ടിച്ചേർന്ന് ഗുരുനാഥന്റെ കൂടെ ഞാൻ ഗുരുവിന്റെ വലിയ ആളാന്നും പറഞ്ഞ് കൂടെ നടന്നുകൊണ്ട് ഗുരുവിനെ മനസ്സിലായിക്കൊള്ളണമെന്ന്
ഇങ്ങനെ അഗമ്യമാണ്. കാരണം ഏതാനും ഭാവങ്ങളാണ് നമ്മൾ കാണുന്നത്. ആ ഭാവങ്ങൾ എല്ലാവർക്കും ഉള്ള ഭാവങ്ങളായിരിക്കും. ഗുരുവിന്റെ വിശേഷമായ ഭാവം എന്താണുള്ളത്? കാണാൻ കഴിഞ്ഞോളണമെന്ന് ഇല്ല. വ്യക്താണല്ലോ. അഗമ്യ. അനേക അർത്ഥം പറഞ്ഞു ഓരോന്നിനും. അപ്പൊ ദുർലഭമാണ്, അഗമ്യമാണ്. ഇനി ഈ രണ്ട് കടമ്പകളെയും മാറ്റി ഒരു മഹാത്മാവിന്റെ സംഘം നമുക്ക് ലഭിച്ചാലോ? ആദ്യം ദുർലഭ എന്ന് പറഞ്ഞു, രണ്ടാമത് അഗമ്യാമ എന്ന് പറഞ്ഞു. ഇത് രണ്ടിനെയും അതിക്രമിച്ച് നമ്മളൊരു മഹാസംഘം ലഭിച്ചാലോ? അമോഘശ്ച. അതിന്റെ വില നമുക്ക് പറയാൻ പറ്റില്ല. അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന പരിവർത്തനം നമുക്ക് പറയാൻ പറ്റില്ല. അമോഘമാണ്, വില മതിക്കാൻ പറ്റില്ല. അമോഘം എന്നുള്ളതിന് മോഘം എന്ന് പറഞ്ഞാൽ നിസ്സാരം, വിലയില്ലാത്തത് എന്നൊക്കെയാണ് അർത്ഥം. പാപിഷ്ടം ഒക്കെയാണ്. അമോഘം ചാൽ ഏറ്റവും വിലയുള്ളത്, ഏറ്റവും ശ്രേഷ്ഠമായത് എന്നൊക്കെയാണ് അർത്ഥം. അത് ഏറ്റവും ശ്രേഷ്ഠമായിരിക്കും. ഒരു മഹാത്മാവുമായിട്ട് സംഘം നമുക്ക് സാധിച്ചാൽ അത് ഏറ്റവും വലിയ ശ്രേഷ്ഠതയായിരിക്കും. അത് നമ്മുടെ ജീവിത വീക്ഷണത്തെ തന്നെ മാറ്റിമറിക്കും. നമുക്ക് ശാന്തിയെ, സമാധാനത്തെ, അറിവിനെ എല്ലാം പ്രദാനം ചെയ്യും. പക്ഷെ ദുർലഭമാണ് ഒന്ന്, രണ്ട് അഗമ്യമാണ്. ഇത് രണ്ടും തരണം ചെയ്ത് നേടിയാൽ അമോഘശ്ച. വ്യക്താണല്ലോ ഇല്ലേ? ഇതാണ് ആ ഒരു പ്രകരണം. അവിടെ ഒരു സൂത്രം കൂടി ഉണ്ട്. അല്ല, ഒന്നല്ല, രണ്ട് സൂത്രം. എന്തായാലും അടുത്ത സൂത്രം കൂടി പറഞ്ഞാൽ പൂർണ്ണമാവും. ആ പ്രകരണം രണ്ട് സൂത്രം കൂടി ഉണ്ട്. ലഭ്യതേപി തത്കൃപയൈവോ. ലഭ്യതേപി തത്കൃപയൈവ. മുറിച്ചു പറഞ്ഞാൽ ലഭ്യതേ അപി തത്കൃപയാ ഏവ. അത് ലഭിക്കുന്നുവെങ്കിൽ അവിടുത്തെ കൃപ കൊണ്ട് തന്നെയാണ്. മഹത്സംഗം ലഭിച്ചു വിചാരിക്കുക ഒരാൾക്ക്. ലഭിച്ചു വെച്ചാൽ അത് അവിടുത്തെ കൃപ കൊണ്ടാണ്, മറ്റൊന്നുകൊണ്ടുമല്ല. കൃപ കൊണ്ട് മാത്രമേ മഹത്സംഗം ലഭിക്കൂ, അല്ലെങ്കിൽ ലഭിക്കില്ല. അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. നമ്മൾ സാക്ഷാൽ ശങ്കരാചാര്യരുടെ അടുത്ത് പോയിട്ട് ചോദിക്കും, ഇക്കാലത്ത് അനുഭവികളായ മഹാത്മാക്കളുണ്ടോ ഗുരുനാഥ, അന്ന് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് ആരോട് ചോദിക്കും? സാക്ഷാൽ ശങ്കരാചാര്യർ വരെ ചോദിക്കും. പിന്നെ പറയാൻ അതുകൊണ്ട് മഹത്സംഗം ലഭിക്കുന്നെങ്കിൽ തന്നെ അവിടുത്തെ കൃപ കൊണ്ടേ. ഇവിടെ വേറൊരു വിഷയം ചർച്ച ചെയ്യാൻ. ഈ കൃപയ്ക്ക് പാത്രമാവണമെങ്കിലോ അത് നമ്മളെടുത്ത് അതിനനുസരിച്ച കയ്യിലിരിപ്പ് വേണം. നമ്മുടെ കയ്യിലിരിപ്പ് അനുസരിച്ചാണ് ഇതൊക്കെ. ജന്മജന്മാന്തരകൃതമായ സത്കർമ്മങ്ങളുടെ സാധനകളുടെ പുണ്യമുണ്ടെങ്കിലേ മഹത്സംഗം ലഭിക്കും. ഗുരുനാഥന്, ശരിയായ ഗുരുനാഥനെ കിട്ടണമെങ്കിൽ അതിനുള്ള പുണ്യം കൈവശം വേണം. അതിന് പ്രാഥമിക സാധനങ്ങൾ വേണം. പണ്ട് ഒരു സന്യാസി ശ്രേഷ്ഠൻ പറഞ്ഞു എന്നൊരു കഥയുണ്ട്. ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടോ? അതുകൊണ്ട് ആവർത്തിക്കുന്നില്ല. കഥ ഇതാണ്: കൂട്ടിലടച്ച ഭർത്ത രക്ഷപ്പെട്ട കഥ. ഇല്ലേ? പറഞ്ഞതാണ്. അധികം ആൾക്കാരെ മുഖം ഞങ്ങൾ കേട്ടിട്ടില്ല. ഒന്നും കൂടി പറയാനായിരുന്നു. അപ്പൊ നേരം പോവല്ലേ ചെയ്യാ. ചുരുക്കി പറയാം, വിസ്തരിച്ചു പറയുന്നില്ല. ഇത് നമുക്കൊരു മഹാത്മാവ് പറഞ്ഞു തന്ന കഥയാണ്. ഹിമാലയത്തിൽ വെച്ച് ഒരു മഹാത്മാവ് പറഞ്ഞു തന്ന കഥയാണ്. ഒരു സ്ഥലത്ത്, ഈ ഉത്തരഭാരതത്തില് എല്ലാ ക്ഷേത്രങ്ങളിലും ആശ്രമങ്ങളിലും എല്ലാ ക്ഷേത്രങ്ങളിലും
ദീപാരാധന കഴിഞ്ഞാൽ കുറച്ചു നേരം കഥ ഉണ്ടാവും. അല്ലെങ്കിൽ തണുത്ത കാലാവസ്ഥയിൽ ദീപാരാധനയ്ക്ക് മുമ്പ് കഥ ഉണ്ടാവും. എല്ലാ ക്ഷേത്രങ്ങളിലും കഥാകാരന്മാരുണ്ട്, കഥ പറയുന്ന ആൾക്കാർ. കഥ എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ നമ്മൾ പ്രഭാഷണം എന്ന് പറയും. ഇവിടെ നമ്മൾ പ്രഭാഷണം എന്ന് പറയുന്നതിന് ഉത്തരഭാരതത്തിൽ കഥ എന്നാ പറയുക. കഥ പറയുക, കഥാകാരന്മാരുണ്ടാവും. അപ്പൊ അത് മിക്ക ക്ഷേത്രങ്ങളിലും പ്രധാനപ്പെട്ട ആരെങ്കിലും വന്നാൽ അവർ പറയും. അല്ലെങ്കിൽ ഒരു കഥാകാരൻ ഉണ്ടാവും, അയാൾക്ക് മാസത്തിൽ എന്തെങ്കിലും ദക്ഷിണ ഉണ്ടാവും. അപ്പൊ അയാൾ ഇന്ന ദിവസവും കഥ പറയുക, അയാളുടെ പരിപാടി. ചിലർ 2-3 ക്ഷേത്രത്തിലൊക്കെ കഥ പറയും. അപ്പൊ 2-3 ക്ഷേത്രത്തിൽ ദക്ഷിണ ഉണ്ടെങ്കിൽ സുഖമായിട്ട് ജീവിതം നയിക്കാൻ പറ്റും. നല്ലതാണ്. അപ്പൊ ഈ പറയുന്ന കഥാകാരൻ ഈ പറയുന്ന ക്ഷേത്രത്തില് എന്ന് കഥ പറഞ്ഞ അവസാനം പറയും എങ്ങനെയാണ്? രാംനാം പോലെ ബന്ധൻ ഛൂട്ടേ. രാമനാമം ജപിച്ചാൽ ബന്ധനം ഒഴിയും. അപ്പൊ ഈ കഥ പറയുന്ന ഹാളില് ഒരു കൂട്ടില് ഒരു തത്തമ്മയുണ്ട്. ഇയാളിത് പറഞ്ഞ ഉടനെ തത്ത പറയും, പണ്ഡിറ്റ്ജി ഝൂട്ടേ, പണ്ഡിറ്റ്ജി ഝൂട്ടേ, രാംനാം പോലെ ബന്ധന ഛൂട്ടേ. പണ്ഡിറ്റ് നുണ പറയുന്നു, പണ്ഡിറ്റ് നുണ പറയുന്നു, രാമനാമം ജപിച്ചാലൊന്നും മോക്ഷം കിട്ടില്ല. ഇത് ദിവസമായി എത്ര ചുട്ടാ സഹിക്കുക ഇല്ലേ? സഹിക്കുന്നതിനൊരു കണക്കില്ലേ? കാരണം ഒരാൾ ഈ പ്രഭാഷണം കഷ്ടപ്പെട്ട് പറഞ്ഞ അവസാനാണല്ലോ അപ്പൊ അത് കൊണ്ടുവന്ന് ഉപസംഹരിക്കണം. ആ ഉപസംഹരിക്കുന്നത് തെറ്റാന്ന് പറഞ്ഞാൽ മുഴുവൻ പ്രഭാഷണം തെറ്റിയെന്നല്ലേ അർത്ഥം, ഇല്ലേ? ഈ പണ്ഡിറ്റിന് ദേഷ്യം പിടിക്കും. പക്ഷെ ദേഷ്യം പുറത്ത് കാണിക്കാൻ പാടുണ്ടോ? പണ്ഡിറ്റായി പോയില്ലേ? അപ്പൊ ഒന്ന് അടക്കി വെക്കും. ദേഷ്യമൊന്നും ഇല്ലാന്ന് പുറത്ത് കള്ളത്തരം കാണിക്കും. അങ്ങനെ ദിവസങ്ങൾ പോയി. എന്ന് പണ്ഡിറ്റ് ഉപസംഹരിച്ചു അന്ന് ഈ തത്ത ഇത് പറയും. അവസാനം പണ്ഡിറ്റിന് ദേഷ്യം പിടിച്ചു, രക്ഷയില്ല. എല്ലാരും പോവാൻ കാത്തു നിന്ന പണ്ഡിറ്റ്. ആ ഭക്തന്മാരൊക്കെ പോയപ്പോ ദേഷ്യം പിടിച്ച് പണ്ഡിറ്റ് കൂട്ടിന്റെ അടുത്ത് പോയി. നിന്നെ അപ്പൊ കൊല്ലും, അതന്നെയാ നല്ലത്. എന്നാലെങ്കിൽ ഈ കൂട്ടുന്ന രക്ഷപ്പെടാലോ. നീ എന്താണ് ഞാൻ ദിവസവും പ്രഭാഷണം ചെയ്തിട്ട് രാമനാമം ജപിച്ചാൽ ബന്ധനം ഒഴിയെന്ന് പറഞ്ഞതിനെ എതിർക്കുന്നത്? എന്റെ അനുഭവമാണ് പണ്ഡിറ്റ്. ഞാൻ കൂട്ടിലായിട്ട് എത്ര കാലായി, ഞാൻ കൂട്ടിലാണ് എന്ന് മാത്രമല്ല, ഞാൻ രാമനാമം ജപിക്കുന്നതുകൊണ്ടാണ് എന്നെ അവർ കൂട്ടിലിട്ട് വെച്ചിട്ടുള്ളത്. ഈ തത്ത പാവം രാമ 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 എന്ന് ജപിക്കും. അപ്പൊ വർത്തമാനം പറയുന്ന തത്ത ആയതുകൊണ്ടാണ് എന്നെ കൂട്ടിലിട്ടിട്ടുള്ളത്. വർത്തമാനം പറഞ്ഞിട്ടില്ലായിരുന്നു വെച്ചാൽ കൂട്ടിലിട്ടില്ലായിരുന്നു. അപ്പൊ തത്ത പറഞ്ഞത് ശരിയല്ലേ? അപ്പൊ രാമനാമം ജപിച്ചോണ്ടല്ലേ അതിന് ബന്ധനം വന്നത്. അപ്പൊ എന്റെ അനുഭവത്തിന് വിരുദ്ധമായി പണ്ഡിറ്റ് പ്രസംഗിച്ചാൽ അത് സ്വീകരിക്കാൻ പാടുണ്ടോ? ഇല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ പണ്ഡിറ്റിന് മനസ്സിലായി, ശരിയാണല്ലോ തത്ത പറഞ്ഞത്. എന്നാ നീ എന്റെ ചെവി അടുത്ത് വെക്ക്, ഞാനൊരു ഉപദേശം തരാം. അങ്ങനെ പണ്ഡിറ്റ് തത്തയ്ക്ക് ഉപദേശം കൊടുത്തു. എന്താ ഉപദേശിച്ചത് നമുക്കറിയില്ല, ഒരു ഉപദേശം കൊടുത്തു. ശരി. പിറ്റേന്ന് രാവിലെ ഈ ക്ഷേത്രത്തിന്റെ പരിപാലകര്, അതിൽ തത്തയുടെ ഡ്യൂട്ടി ഒരു കുട്ടിക്കാണ്. കുട്ടി വന്ന് നോക്കുമ്പോ എന്താ സ്ഥിതി? തത്ത ചത്ത് വിറങ്ങലിച്ചു കിടക്കുക, അനങ്ങണില്ല. അപ്പോ കുട്ടി നോക്കി സങ്കടായി. പാലും പഴമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിന്റെ വാതിൽ തുറന്ന് ഇളക്കി നോക്കി. ഇളക്കിയപ്പോ തത്ത അങ്ങോട്ട് ഉരുണ്ട് വീണു, ഇളക്കിയപ്പോ ഇങ്ങോട്ട് ഉരുണ്ട് വീണു. അപ്പൊ ഉറപ്പിച്ചു എന്ത്? മരിച്ചു. അപ്പൊ കുട്ടി അമ്മേന്റെ അടുത്തേക്ക് പോയി ഓടിപ്പോയിട്ട് പറയാൻ പോവുക, തത്ത മരിച്ചു. തിരിച്ചു വന്ന് നോക്കുമ്പോ തത്തയില്ല കൂട്ടിൽ, അത് പറന്നു പോയിട്ടുണ്ട്. അഭിനയിച്ചതാണ്. ഇതാണ് ഉപദേശം കൊടുത്തത്. നീ ചത്തതുപോലെ കിടക്കണം, എന്ത് ഇളക്കിയാലും കുത്തിയാലും ഒന്നും മറക്കരുത്, ചത്ത പോലെ കിടക്കണം, നിങ്ങൾക്ക് രക്ഷപ്പെടാമെന്നാണ് അദ്ദേഹം പറഞ്ഞു കൊടുത്ത ഉപദേശം. അതാണ് ചെയ്തത്. അങ്ങനെ തത്ത രക്ഷപ്പെട്ടു, തത്ത പോയി. പിറ്റേന്ന് പണ്ഡിറ്റ് പ്രഭാഷണം വന്നപ്പോ ആദ്യം നോക്കിയത് എന്താ? അപ്പൊ പണ്ഡിറ്റിന് വളരെ സന്തോഷമായി. ഇന്നെങ്കിലും ഉപദ്രവം ഉണ്ടാവില്ലല്ലോ. എന്ത്? ഇന്നെങ്കിലും എനിക്ക് ഉപദ്രവം ഇല്ലല്ലോ, ഞാൻ ചെയ്യുന്ന പ്രഭാഷണത്തെ എതിർക്കാൻ ആരും ഇല്ലല്ലോ. സന്തോഷമായിട്ട് അന്ന് പ്രസംഗിച്ചു. നല്ല വീര്യത്തോടു കൂടി പറഞ്ഞു, രാംനാം പോലെ ബന്ധൻ ഛൂട്ടേ. ഉടനെ എവിടുന്നാന്നറിയില്ല ഈ സാധനം പറന്ന് വന്നിട്ട് വന്നു, പണ്ഡിറ്റ്ജി ഝൂട്ടേ, പണ്ഡിറ്റ്ജി ഝൂട്ടേ, രാംനാം പോലെ ബന്ധൻ ഛൂട്ടേ. പണ്ഡിറ്റ് നുണ പറയുന്നു, പണ്ഡിറ്റ് നുണ പറയുന്നു,
രാമനാമം ജപിച്ചാലൊന്നും ബന്ധനം ഒഴിയില്ല. പണ്ഡിതനങ്ങോട്ട് ദേഷ്യം പിന്നത്തേക്ക് വെക്കാൻ വയ്യ, പിന്നത്തേക്ക് മാറ്റി വെക്കാൻ കഴിയുന്നതിലധികം ദേഷ്യമായി. എന്താ നീ പറയണത്? അപ്പൊ തന്നെ വിളിച്ചു ചോദിച്ചു. ഞാൻ സത്യ പറഞ്ഞത്. ഇത്ര കാലം ഞാൻ രാമനാമം ജപിച്ചിട്ടും എനിക്ക് ബന്ധനം ഒഴിഞ്ഞിട്ടില്ല. എന്നാൽ ഇന്നലെ എനിക്ക് ഗുരുവിനെ കിട്ടി, ഇന്നലെ തന്നെ എനിക്ക് മുക്തി വന്നു. അസല് ഗുരുമിലെ ബന്ധൻ ചൂട്ടെ, അസല് ഗുരുമിലെ ബന്ധൻ ചൂട്ടെ. ശരിയായ ഗുരുനാഥനെ കിട്ടിയാൽ മുക്തി വരും. പണ്ഡിറ്റ് നിസ്സാരനല്ല, പണ്ഡിറ്റ് വേറുള്ള ആളാ. പണ്ഡിറ്റ് പറഞ്ഞു, എടോ വിഡ്ഢി, ഇത്ര കാലം രാമനാമം ജപിച്ച പുണ്യം കൊണ്ടാണ് നിനക്ക് ഇന്നലെ എന്നെ കിട്ടിയത്. പണ്ഡിറ്റ് ആള് ബുദ്ധിമാനാ. അപ്പൊ തത്ത ശരിയാണല്ലോ, ശരിയാണല്ലോ. അല്ലെങ്കിൽ എനിക്ക് കിട്ടുവോ? എത്ര തത്തകളുണ്ട്? അവർക്കൊക്കെ ഗുരുനാഥന്മാരെ കിട്ടുന്നുണ്ടോ? എത്ര കൂട്ടിൽ എത്ര തത്തകളുണ്ട്? അവർക്കൊന്നും ഗുരുവിനെ കിട്ടില്ലല്ലോ. അപ്പൊ എനിക്ക് ഗുരുവിനെ കിട്ടിയത് രാമനാമം ജപിച്ച പുണ്യം കൊണ്ടാണെന്ന് തത്ത അംഗീകരിച്ചു. അതിനുശേഷം പിന്നെ ഒരു കൊല്ലാപ്പും പണ്ഡിറ്റിനുണ്ടായിട്ടുമില്ല. അപ്പൊ മനസ്സിലാക്കേണ്ടത്, ഈ മഹാന്മാരുടെ കൃപ ലഭിക്കണമെങ്കിലും വേണം അതിന്റെ പുണ്യം. അത് ഈശ്വരോപാസന കൊണ്ട്, സത്കർമ്മം കൊണ്ട്, ജപം കൊണ്ട്, കീർത്തനം കൊണ്ട്, സേവ കൊണ്ട് നേടേണ്ടതാണ് ആ പുണ്യം. അങ്ങനെ പുണ്യം ലഭിച്ചാലേ മഹാത്മാക്കളെ നമുക്ക് നേടാൻ പറ്റും. ഈ വിഷയം പഞ്ചദശിയില് വിദ്യാരണ്യ സ്വാമികൾ സ്പഷ്ടമാക്കുന്നുണ്ട്. സത്കർമ്മ പരിപാകാത്തേ കരുണാനിധിനോധൃതാ. സത്കർമ്മത്തിന്റെ പരിപാകം കൊണ്ട് കരുണാനിധിയായ ഗുരുനാഥനാൽ ഉദ്ധരിക്കപ്പെടും. അപ്പൊ സത്കർമ്മത്തിന്റെ പൂർണ്ണത വരുമ്പോഴേ ശരിയായ ഗുരുനാഥനെ പ്രാപിക്കാൻ കഴിയും. അപ്പോ സത്കർമ്മത്തിന്റെ പൂർണ്ണത, ആ പുണ്യം കൊണ്ട് ഗുരുനാഥനെ പ്രാപിക്കാൻ കഴിയും. അപ്പൊ അതാണ് പറഞ്ഞത്, ലഭ്യതൈവ തത്കൃപയൈവ. ലഭ്യതേ അപി, ലഭിക്കുന്നുവെങ്കിൽ തന്നെയും തത്കൃപയായേവ. വ്യക്താണല്ലോ ഇല്ലേ? ശരി, തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം പഠിക്കാം.